ഇന്നത്തെ വിശുദ്ധ ദിവസത്തിൽ ദൈവസാന്നിധ്യത്തിൽ മുഴുകി ജീവിക്കുവാൻ നമുക്കിടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഭയം നമ്മിൽ കൂടുതൽ വർദ്ധിച്ചു വരുവാൻ, നമ്മെ പൂർണ്ണമായി കാണുകയും അറിയുകയും നമ്മുടെ പ്രവൃത്തിക്കൊത്തവണ്ണം നമ്മളെ ന്യായം വിധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമ്മോടൊപ്പം ജീവിക്കുന്നുവെന്നോർത്ത് ദൈവസന്നിധിയെ നമ്മെ വിനയപ്പെടുത്തി പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 13-ാം വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമത്രേ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ ഭൂമിയിൽ ഉള്ളതൊക്കെയും മാറിപ്പോകുന്നവ. അതൊരു പച്ചയായ പരമാർത്ഥമാണ്. നമ്മുടെ ശൈശവം മാറിപ്പോകുന്നു, കൗമാരം നമ്മിൽ നിന്ന് അകന്നു പോകുന്നു, നമ്മുടെ യൗവനം, വാർദ്ധക്യം എല്ലാം നമ്മിൽ നിന്ന് വിട്ടുപോകുന്നു. നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചത്തെ നാം നോക്കുമ്പോൾ വ്യത്യസ്ത കാലാവസ്ഥകൾ അതാത് കാലങ്ങളിൽ ഭൂമിയെ നിറയുന്നു. ഓരോ കാലാവസ്ഥയ്ക്കും ഓരോരോ പ്രത്യേകത നമ്മൾ ദർശിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഓരോന്നിനും ഓരോ കാലമുണ്ട്. നടുവാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, പണിയാനൊരു കാലം, പണിത് ഇടിച്ചു കളയാൻ ഒരു കാലം. എന്നാൽ ഒരു വ്യത്യാസവുമില്ലാത്ത ഒരു സ്വഭാവ വിശേഷമാണ്, ഒരു സുകൃതമാണ് സ്നേഹം എന്നത്. സ്നേഹം എന്നത് നമ്മുടെ ദൈവത്തിന് നാം കൊടുക്കുന്ന മറ്റൊരു പേരാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു, ദൈവം സ്നേഹം തന്നെ. സ്നേഹം തന്നെയാകുന്ന ദൈവം തൻ്റെ സ്നേഹത്തിൽ നമ്മെ, തന്നിൽ നിന്നും അകന്നുപോയ നമ്മെ തന്നിലേക്ക് ആകർഷിക്കുവാൻ ഓരോരോ മാർഗത്തിൽ കൂടെ ദൈവം ദിനംപ്രതി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നാം എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ദൈവം വീണ്ടും നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കുവാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശ്രമം ദൈവം ഒരിക്കലും ഉപേക്ഷിച്ച് കളയുന്നില്ല. അന്ത്യത്തോളം നമ്മെ വീണ്ടെടുക്കുവാനുള്ള പ്രയത്നം ദൈവത്തിൻ്റെ പക്കൽ നിന്നും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ദൈവത്തെ വേണ്ട, ദൈവത്തെ എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ നമ്മുടെ മിഥ്യാധാരണയിൽ നാം കരുതിയാലും ദൈവം നമ്മെ വിട്ടുകളയുന്നില്ല. ദൈവം ഇല്ലാതെ മനുഷ്യൻ്റെ നിലനിൽപ്പ് സാധ്യമല്ല എന്ന് അറിയുന്ന ദൈവം തൻ്റെ സ്നേഹത്തിൽ വിവിധ രീതിയിലും വിവിധ ഭാവത്തിലും മനുഷ്യരെ പിന്തുടർന്ന് അവനെ രക്ഷിക്കുന്നത് വരെയും മനുഷ്യനോട് കൂടെ സഹവസിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ കുരിശിലെ മരണത്തിലും കർത്താവ് ആ സ്നേഹം വെളിപ്പെടുത്തിയത്. ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിന് സഹായമായത് ദൈവത്തിൻ്റെ ഈ സ്നേഹം കൊണ്ട് മാത്രമാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ സ്നേഹം അനുവദിക്കുകയില്ല. സ്നേഹം ദയ കാണിക്കും. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. ഈ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നാം സ്നേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്നു. മാത്രമല്ല, ഏറ്റവും വിലയേറിയതാണ് സ്നേഹം എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിന് പകരമായി
നമ്മുടെ സൽപ്രവൃത്തികളോ നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ വികസിപ്പിക്കുന്നതോ ഒന്നും പര്യാപ്തമാകുന്നില്ല, പകരം വയ്ക്കുവാൻ പറ്റുന്നില്ല. ഏറ്റവും വലുത് സ്നേഹമാണ്. മനുഷ്യനാർജിക്കേണ്ടതും സ്നേഹം തന്നെയാകുന്നു. സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക്, വ്യക്തി ജീവിതങ്ങളുടെ വളർച്ചയ്ക്ക് ഈ സ്നേഹം അനിവാര്യമാകുന്നു. ഉതിർന്നു പോകാത്ത, ഒരിക്കലും മാറിപ്പോകാത്ത സ്നേഹത്താൽ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നാം പല അക്കാഡമിക്കായി പല കോഴ്സുകളിലും ധാരാളം വിജയം നേടിയാലും നമ്മുടെ ജ്ഞാനം, നമ്മുടെ അറിവ് അംശമായി മാത്രമാണെന്ന് നാം ഇവിടെ പഠിക്കുന്നു. 1 കൊരിന്ത്യർ 13-9 പറയുകയാണ്, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. നമ്മുടെ ഈ അല്പകാലത്തെ ആയുസ് കൊണ്ട്, ഈ കാലത്തിലെ ജ്ഞാനം കൊണ്ട് നാം എത്രമാത്രം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും? ഉന്നത വിദ്യാഭ്യാസമോ ഉന്നതമായ ധനസമൃദ്ധിയോ എല്ലാം മായ മാത്രമാണ്. അതുകൊണ്ട് ആത്യന്തികമായി നാം നേടേണ്ട ഒരു സ്വഭാവവിശേഷം സ്നേഹമാണ്. അത് എന്നേക്കും നിലനിൽക്കുന്നു. ആ സ്നേഹത്തോടൊപ്പം തന്നെ നമുക്ക് ദൈവം പകർന്നു തരുന്ന മറ്റ് 2 സുഹൃതങ്ങളും കൂടിയുണ്ട്: വിശ്വാസവും പ്രത്യാശയും. ചുറ്റിനും നോക്കുമ്പോൾ നിരാശ മാത്രം പകർന്നു തരുന്ന ഈ ലോകത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസത്തോടെ നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ആ കാണാത്ത കാര്യങ്ങൾ എനിക്കും പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഉറപ്പ് നമ്മെ പ്രത്യാശയുള്ളവരാക്കുന്നു. ഇനിയും നമുക്ക് ജീവിതത്തിൽ നേടുവാനുണ്ട്, ഇനിയും സുഹൃതങ്ങളിൽ വളരുവാനുണ്ട്, ദൈവകൃപയിൽ ഇനിയും എനിക്ക് വളരുവാനുണ്ട് എന്നുള്ള ആ ബോധ്യം പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാൻ നമുക്ക് സഹായമാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട. ചുറ്റിനും കാണുന്ന ഓളങ്ങളെ കാണുമ്പോൾ, ഓളങ്ങളുടെ ഭീകരത കാണുമ്പോൾ, ഓളങ്ങളുടെ മധ്യത്തിൽ കൂടെ പടകിൽ തലയണ വെച്ച് കിടന്നുറങ്ങിയ നമ്മുടെ കർത്താവാണ് നമ്മുടെ ജീവിതത്തിലെ നായകനും നടത്തിപ്പുകാരനും. മാനുഷികമായുള്ള പരിമിതികളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തലയ്ക്കും മീതെ, പടകിനും മീതെ ഓളങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ പടകിൽ തലയണ വെച്ച് കിടന്ന് ഉറങ്ങുവാൻ സാധിക്കുമോ? എന്നാൽ നമ്മുടെ കർത്താവിന് അത് കഴിഞ്ഞു. ആ കർത്താവാണ് നമ്മുടെ നായകനും നടത്തിപ്പുകാരനും. നാം എത്തിച്ചേരേണ്ട ലക്ഷ്യം അവനറിയുന്നു. നമ്മെ എങ്ങനെ കൈപിടിച്ച് നടത്തണമെന്നുള്ളത് അവനറിയുന്നു. ഓളങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് പടകിലേക്ക് കടന്നു വന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. എല്ലാവരും ഭയപ്പെട്ടു, ശിഷ്യന്മാർ ഭയപ്പെട്ടു, അലറി വിളിച്ചു. പക്ഷേ കർത്താവിൻ്റെ ശാന്തത, കർത്താവിൻ്റെ സൗമ്യത നമ്മെ പ്രത്യാശയോടെ നിലനിർത്തുവാൻ സാധിക്കുന്നു. ദൈവം മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ സൗമ്യതയും കർത്താവിൻ്റെ ശാന്തതയും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കട്ടെ. അവൻ ലക്ഷ്യബോധമുണ്ട്. അവൻ നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ പ്രാപ്തരാകുന്നു. അവൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഫലമേൽപ്പിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ക്ഷമിക്കുകയും എല്ലാം സഹിക്കുകയും എല്ലാം പൊറുക്കുകയും ചെയ്യുന്ന ആ സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ദിവസം നമുക്ക് ദൈവസ്നേഹത്താൽ നിറയുവാൻ
നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം. ഇനി ഞാനല്ല, നീ അത്രേ എന്നെ ജീവിക്കേണ്ടത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് അപ്പോസ്തലനോടൊപ്പം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പുതിയ ദിവസത്തിൽ ധൈര്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോകാതെ, ഉതിർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹായവും ബലപ്പെടുത്തലും നമുക്ക് അനിവാര്യമാകും. നമുക്കതിനുള്ള കഴിവില്ല. നമ്മൾ മാനുഷികമായ ബലഹീന ശരീരത്തോടുകൂടി, ബലഹീന മനസ്സോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ബലഹീനമായ സാഹചര്യങ്ങളിൽ നാം ജീവിക്കുന്നു. മാത്രമല്ല, നമ്മെ എവിടെ വീഴ്ത്തണം, എങ്ങനെ വീഴ്ത്തണമെന്ന് കാത്തുകൊണ്ട് അലറി നടക്കുന്ന സിംഹത്തെ പോലെ സാത്താൻ നമ്മെ വീഴിക്കുവാൻ ഏത് പരിസ്ഥിതിയിലും, ഏതവസ്ഥയിലും നമുക്ക് ചുറ്റിനും നടക്കുന്ന ആ കാഴ്ചയെ നമുക്ക് വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണാം. നമുക്ക് ചുറ്റുമുള്ള ശത്രുവിൻ്റെ ശക്തികളെയൊക്കെയും നിർവീര്യമാക്കിയ നമ്മുടെ കർത്താവ് ജയാളിയായി നമ്മെ നടത്തുവാൻ, നമ്മെ കൈപിടിച്ച് നടത്തുവാൻ, നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം. ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളോട്, എൻ്റെ സഹപ്രവർത്തകരോട്, എൻ്റെ സഹവിശ്വാസികളോട്, എൻ്റെ നാട്ടുകാരോട്, എൻ്റെ വീട്ടുകാരോട് ഒക്കെയും ഈ ദൈവസ്നേഹം പ്രകടിപ്പിക്കുവാൻ, സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമുക്കുള്ളതല്ലേ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. ജഡത്തിൽ ജീവിക്കുന്ന നമുക്ക്, ജഡസ്വഭാവമുള്ള നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് ഈ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയില്ല. ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും ആശ്രയവും ഈ സ്നേഹം നമ്മിൽ ചൊരിഞ്ഞു തന്ന് നമ്മെ ഇന്ന് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.